മാക്രോ എക്കണോമിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ് ഇത്. നാഷണൽ ഇൻകം കാൽക്കുലേഷനുള്ള 3 മെത്തേഡ്സാണ് നമ്മൾ പഠിച്ചത്. പ്രോഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡിനെ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയും. ഈ 3 മെത്തേഡ്സിലൂടെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് GDP ആണ്. നമുക്ക് നാഷണൽ ഇൻകമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ GDPയിൽ നിന്നാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് കുറച്ച് കാൽക്കുലേഷൻസ് കൂടെ നടത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. GDP കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് GNP കാൽക്കുലേറ്റ് ചെയ്യണം. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? GNP ഈക്വൽസ് GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, NFIA എന്ന് പറയും. എന്താണ് ഈ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്? നമ്മുടെ ഇക്കോണമിക്കകത്തുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫോറിൻ ഇക്കോണമിയിൽ പോയി ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പണം, അതിൽ നിന്ന് ഫോറിൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മുടെ ഇക്കോണമിയിൽ വന്ന് സമ്പാദിക്കുന്ന പണം കുറച്ചാൽ കിട്ടുന്നതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, NFIA എന്ന് പറയുന്നത്. ഈ NFIA GDPയുടെ കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ NNP അറ്റ് മാർക്കറ്റ് പ്രൈസസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസസ്. കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ്റെ തുക കുറയ്ക്കുമ്പോഴാണ് NNP അറ്റ് മാർക്കറ്റ് പ്രൈസസ് കിട്ടുന്നത്. അതായത് NNP അറ്റ് മാർക്കറ്റ് പ്രൈസസ് ഈക്വൽസ് GNP മൈനസ് ഡിപ്രീസിയേഷൻ. നാഷണൽ ഇൻകത്തിലേക്കെത്താൻ ഇനി ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. NNP-FC. NNP-FC കാൽക്കുലേറ്റ് ചെയ്യാൻ NNP-MP-യിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് കുറയ്ക്കണം. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറച്ചാൽ കിട്ടുന്നതാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ഈക്വൽസ് ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡീസ്. ഈ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് NNP അറ്റ് മാർക്കറ്റ് പ്രൈസസിൽ നിന്ന് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് NNP-FC, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ NNP അറ്റ് ഫാക്ടർ കോസ്റ്റിനെയാണ് നമ്മൾ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ ആഡഡ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഈ മെത്തേഡ്സിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്ന GDPയിൽ നിന്ന് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ എന്തൊക്കെ സ്റ്റെപ്സാണുള്ളത്? ആദ്യം GDPയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടുക. അപ്പം നമുക്ക് GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. പിന്നീട് ഈ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് NNP അറ്റ് മാർക്കറ്റ് പ്രൈസസ് കിട്ടും. പിന്നെ ഈ NNP അറ്റ് മാർക്കറ്റ് പ്രൈസസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് കുറയ്ക്കുക. അപ്പോൾ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും. ഈ NNP അറ്റ് ഫാക്ടർ കോസ്റ്റിനെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്.
ഇനി നമുക്ക് നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട കുറച്ച് മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസും കൂടെ പരിചയപ്പെടാം. പേഴ്സണൽ ഇൻകം, പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം, നാഷണൽ ഡിസ്പോസബിൾ ഇൻകം, പ്രൈവറ്റ് ഇൻകം. ഒന്നാമത്തെ പേഴ്സണൽ ഇൻകം, PI. പേഴ്സണൽ ഇൻകം ഈക്വൽസ് നാഷണൽ ഇൻകം മൈനസ് undistributed profits minus net interest payments made by households minus corporate tax plus transfer payments to the households from government and firms. Undistributed profits എന്ന് പറഞ്ഞാൽ ഫേംസ് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഫേംസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാറ്റിവെക്കുന്ന തുക, അതിനെയാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ്സ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ്സ് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയ തുകയ്ക്ക് കൊടുക്കുന്ന പലിശ മൈനസ് മറ്റുള്ളവർ ഹൗസ് ഹോൾഡ്സിൽ നിന്ന് കടം വാങ്ങിയ തുകയ്ക്ക് ഇങ്ങോട്ട് കൊടുക്കുന്ന പലിശ. ഇത് രണ്ടും കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ്സ്. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഫേംസിൻ്റെ ഏർണിങ്സിൽ മേൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സാണ് കോർപ്പറേറ്റ് ടാക്സ്. ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഗവൺമെൻറ്റും ഫേംസും ഇൻസ്റ്റിറ്റ്യൂഷൻസുമൊക്കെ ഹൗസ് ഹോൾഡ്സിന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന പലതരത്തിലുള്ള സഹായങ്ങൾ, സ്കോളർഷിപ്പുകൾ, ഓൾഡ് ഏജ് പെൻഷൻ, തൊഴിലില്ലായ്മ വേതനം, അങ്ങനെയുള്ള പേയ്മെൻറ്റ്സ്. രണ്ടാമത്തെ പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം, PDI. PDI ഈക്വൽസ് പേഴ്സണൽ ഇൻകം മൈനസ് പേഴ്സണൽ ടാക്സ് പേയ്മെൻറ്റ്സ് മൈനസ് നോൺ ടാക്സ് പേയ്മെൻറ്റ്സ്. ഹൗസ് ഹോൾഡ്സിന് ടാക്സ് പേയ്മെൻറ്റ്സും നോൺ ടാക്സ് പേയ്മെൻറ്റ്സും കഴിഞ്ഞ് ബാക്കി കയ്യിൽ കിട്ടുന്ന ഇൻകമാണ് പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം. 3 നാഷണൽ ഡിസ്പോസബിൾ ഇൻകം, NDI ഈക്വൽസ് NNP at market prices plus other current transfers from the rest of the world. It is the maximum amount of goods and services the domestic economy has at its disposal. 4 private income equals factor income from net domestic product accruing to the private sector plus national debt interest plus net factor income from abroad plus current transfers from the government plus other net transfers from the rest of the world. ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താൻ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് മറ്റ് രാജ്യങ്ങളുടെ ഡെവലപ്മെൻറ്റുമായി കമ്പയർ ചെയ്യാൻ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു എക്കണോമിക് ഇൻഡിക്കേറ്ററാണ് GDP. GDP 2 തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം, നോമിനൽ GDP ആയിട്ടും റിയൽ GDP ആയിട്ടും. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ കറണ്ട് പ്രൈസസിൻ്റെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന GDP ആണ് നോമിനൽ GDP. GDP അറ്റ് കറണ്ട് പ്രൈസസ് എന്നും പറയാറുണ്ട്. ഇതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് GDP കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. കറണ്ട് പ്രൈസസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന GDP എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2019 GDP ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ 2019 സാധന സേവനങ്ങളുടെ വിലയുടെ അടിസ്ഥാനത്തിലായിരിക്കും GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് GDP അറ്റ് കറണ്ട് പ്രൈസസ് അല്ലെങ്കിൽ നോമിനൽ GDP എന്ന് പറയുന്നത്. പക്ഷേ ഈ നോമിനൽ GDP ഉപയോഗിച്ച് നമുക്ക് ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റ് കൃത്യമായി അളക്കാൻ സാധിക്കില്ല.
മറ്റ് കൺട്രീസുമായി താരതമ്യം ചെയ്യാനും സാധിക്കില്ല. കാരണം ഓരോ വർഷം കഴിയും തോറും സാധന സേവനങ്ങളുടെ വില കൂടിക്കൂടി വരികയാണ്. അതിനനുസരിച്ച് GDPയുടെ വാല്യൂവും കൂടിക്കൂടി വരും. അപ്പോൾ GDP കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കൂടി എന്ന് വിചാരിച്ച് ഇക്കോണമിയിൽ ഡെവലപ്മെൻറ്റും വെൽഫെയറും ഒന്നും ഉണ്ടാവണമെന്നില്ല. സാധനങ്ങൾക്ക് വില കൂടിയാൽ മാത്രം മതി. അതുകൊണ്ട് നമ്മൾ മറ്റൊരു തരത്തിൽ കൂടെ GDP കാൽക്കുലേറ്റ് ചെയ്യും. അതിനെ നമ്മൾ റിയൽ GDP എന്ന് പറയും, അല്ലെങ്കിൽ GDP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ് എന്ന് പറയും. ഒരു ബേസ് ഇയറിൻ്റെ അടിസ്ഥാനത്തിൽ, അടിസ്ഥാന വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് റിയൽ GDP അല്ലെങ്കിൽ GDP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ് എന്ന് പറയുന്നത്. നോമിനൽ GDPയെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് GDP കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതേസമയം റിയൽ GDPയെ സ്മോൾ ലെറ്റേഴ്സ് GDP കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നോമിനൽ GDPയുടെയും റിയൽ GDPയുടെയും റേഷ്യോ, അതായത് GDP ബൈ GDP, ഇതിനെ നമ്മൾ GDP ഡീഫ്ലേറ്റർ എന്ന് പറയും. ഇത് പെർസെൻറ്റേജ് ടേംസിലും കണ്ടുപിടിക്കാം GDP ഡീഫ്ലേറ്ററിൻ്റെ വാല്യൂ. അങ്ങനെയാകുമ്പോൾ GDP ഡീഫ്ലേറ്റർ ഈക്വൽസ് GDP ബൈ GDP ഇൻറ്റു 100. GDP ഡീഫ്ലേറ്റർ ഒരു പ്രൈസ് ഇൻഡെക്സ് ആണ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസസിൽ ടൈം മാറുന്നതനുസരിച്ചുണ്ടാകുന്ന ചേഞ്ചസ് കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് GDP ഡീഫ്ലേറ്റർ. അതുപോലുള്ള മറ്റ് പ്രൈസ് ഇൻഡീസസ് ആണ് CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും WPI ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും. GDP ഒരു ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റിനെ, വെൽഫെയറിനെ സൂചിപ്പിക്കുന്ന ഇൻഡിക്കേറ്ററാണെന്ന് പറഞ്ഞു. നോമിനൽ GDP റിലയബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ റിയൽ GDP കാൽക്കുലേറ്റ് ചെയ്യും എന്നും പറഞ്ഞു. എന്നാൽ റിയൽ GDP ഒരു കൺട്രിയുടെ വെൽഫെയറിൻ്റെ ശരിക്കുള്ള ഇൻഡിക്കേറ്ററാണോ? അല്ല എന്ന് പറയേണ്ടി വരും. അതിനും ചില ലിമിറ്റേഷൻസ് ഉണ്ട്. 3 ലിമിറ്റേഷൻസാണ് ഉള്ളത്. 1, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് GDP. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം റിയൽ GDP കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാമോ നമ്മുടെ രാജ്യത്ത് ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വെൽഫെയർ ഈ വർഷം കുറേ കൂടെ കൂടിയിട്ടുണ്ടെന്ന്? സാധിക്കില്ല. കാരണം ഈ കൂടിയ GDP കിട്ടിയിരിക്കുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമായിരിക്കും. നമ്മുടെ നാഷണൽ ഇൻകത്തിൻ്റെ വിതരണം, ഡിസ്ട്രിബ്യൂഷൻ ഈവൻ അല്ല, ഈക്വൽ അല്ല. കുറച്ച് പേർക്ക് മാത്രം കൂടുതൽ കിട്ടുകയും ബാക്കിയുള്ളവർ കൂടുതൽ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോവുകയുമാണ് കണ്ടുവരുന്നത്. GDP കൂടുകയാണെങ്കിൽ അതിൻ്റെ ഗുണഫലം എല്ലാവരിലും എത്തിച്ചേർന്നാലേ രാജ്യത്തിന് ക്ഷേമമുണ്ടായി എന്ന് പറയാൻ സാധിക്കൂ. പക്ഷേ അങ്ങനെ അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. GDP കൂടുന്നുണ്ടെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത് വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ അവസ്ഥ പഴയതുപോലെയോ അതിനേക്കാൾ കഷ്ടമോ ആയി തുടരുകയാണ്. അതങ്ങനെ തുടരുന്നിടത്തോളം കാലം ഈ റിയൽ GDPയും നമുക്ക് നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു നല്ല ഇൻഡിക്കേറ്ററായി കണക്കാക്കാൻ സാധിക്കില്ല. രണ്ടാമത്തെ റീസൺ, നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്. അതായത് പണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ധാരാളം സേവനങ്ങളും കൈമാറ്റങ്ങളും രാജ്യത്തിനകത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്
നമ്മൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഉണ്ടായ പച്ചക്കറികൾ അയലത്തുള്ള വീടുകളിൽ കൊടുക്കുന്നു. അവരിൽ നിന്നിങ്ങോട്ട് പാലും മുട്ടയും അതുപോലുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങുന്നു. അതായത് വീടുകൾ തമ്മിൽ ബാർട്ടർ എക്സ്ചേഞ്ചസ് ഒരുപാട് നടക്കുന്നുണ്ട്. ഇതിനിടയിൽ പണം വരാത്തതുകൊണ്ട് നമ്മളതൊന്നും GDPക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുപോലെ ഒരു വീട്ടമ്മ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ, രാവിലെ മുതൽ രാത്രി വരെ ഒരു വീട്ടിൽ ചെയ്യുന്ന നിരവധി ജോലികൾ, ഈ ജോലികൾ അവർ മറ്റൊരു വീട്ടിൽ പോയി ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ അവർക്കതിന് ശമ്പളം കിട്ടുമായിരുന്നു. ആ ശമ്പളം GDPയിൽ വരുമായിരുന്നു. പക്ഷേ സ്വന്തം വീട്ടിൽ ചെയ്യുന്നത് കൊണ്ട് അതിനെ നമ്മൾ അതൊരു ജോലിയായി കണക്കാക്കുന്നില്ല, അതിന് വാല്യൂവും ഇല്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ GDP കാൽക്കുലേഷനിൽ നിന്ന് നമ്മൾ വിട്ടുകളയുന്നുണ്ട്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്താലേ നമ്മുടെ ശരിക്കുള്ള GDP കണക്കുകൾ നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് നമ്മുടെ ഇപ്പോഴത്തെ GDP കാൽക്കുലേഷൻ്റെ ഒരു പോരായ്മയാണ്. മൂന്നാമത്തേത് എക്സ്റ്റേണാലിറ്റീസ്. എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ഫേം അല്ലെങ്കിൽ ഒരു വ്യക്തി അയാളുടെ ഒരു പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാക്കുന്ന നല്ലതോ മോശമായതോ ആയ ഒരു ഇമ്പാക്റ്റ്, അതിനെയാണ് നമ്മൾ എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അതുകൊണ്ട് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസും ഉണ്ട്, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസും ഉണ്ട്. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസിൻ്റെ വാല്യൂ കൂട്ടേണ്ടതും നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസിൻ്റെ വാല്യൂ കുറയ്ക്കേണ്ടതുമാണ്. അത് ചെയ്യുന്നില്ല. ഇപ്പം നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്ഥലത്തൊരു പുതിയ ഓയിൽ റിഫൈനറി വന്നു എന്ന് വിചാരിക്കുക. ആ ഓയിൽ റിഫൈനറിയുടെ വാല്യൂ ആഡഡ് നമ്മൾ GDPയിൽ കാൽക്കുലേറ്റ് ചെയ്യും. എന്നാൽ ആ ഓയിൽ റിഫൈനറി അവിടെ വന്നതുകൊണ്ടുണ്ടായ ദോഷഫലങ്ങൾ നമ്മളത് കണക്കാക്കുന്നതേയില്ല. ആ റിഫൈനറിയിൽ നിന്നുള്ള വേസ്റ്റ് അടുത്തുള്ള പുഴയിലോട്ട് ഒഴുക്കി വിടുന്നുണ്ട് എന്ന് വിചാരിക്കുക. അത് ആ പുഴയെ പൊള്യൂട്ട് ചെയ്യുന്നു. ആ പുഴയെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്ക് അത് പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ആ പുഴയിലുള്ള മീനും മറ്റ് ഓർഗാനിസംസും നശിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മീൻ പിടിച്ച് ജീവിച്ചിരുന്ന ഒരുപാട് പേർക്ക് തൊഴിലില്ലാതാവുന്നു. ഇങ്ങനെയുള്ള പല നഷ്ടങ്ങളും പല ദൂഷ്യഫലങ്ങളും ഈ ഓയിൽ റിഫൈനറി വന്നതുകൊണ്ട് അതിന് ചുറ്റുമുള്ളവർക്ക് ഉണ്ടാകുന്നു. ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ആ ഓയിൽ റിഫൈനറിയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റും അതിൽ നിന്ന് GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷനും മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇത് GDPയെ സംബന്ധിച്ച്, GDP കാൽക്കുലേഷനെ സംബന്ധിച്ചൊരു ലിമിറ്റേഷനാണ് എന്ന് പറയാം. ഇനി പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിയുടെ എക്സാമ്പിൾ. ഒരു പ്രദേശത്ത് ഒരു പുതിയ റോഡ് വരുമ്പോൾ ആ റോഡിന് ഇരുവശവും താമസിക്കുന്നവരുടെ സ്ഥലത്തിൻ്റെ വാല്യൂവിൽ വരുന്ന ഇൻക്രീസ്, അതൊരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ചാപ്റ്ററിലുള്ളത്. കഴിയുന്നതും വേഗം ക്ലാസ് മുഴുവൻ കേൾക്കാനും നോട്ട്സ് എഴുതിയെടുക്കാനും ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൈക്രോ എക്കണോമിക്സിൻ്റെ 3rd ചാപ്റ്റർ തുടങ്ങാം. അതിനിടയ്ക്ക് നമുക്കൊരു എക്സാം ഉണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് നോട്ട്സ് എഴുതി പഠിച്ച് വയ്ക്കുക. ബൈ.